1968 എനിമി പ്രോപ്പർട്ടി ആക്ട് ഭേദഗതിയുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇനി ശത്രു സ്വത്തിൽ പൂർണ്ണ നിയന്ത്രണവും കേന്ദ്ര സർക്കാരിന് കീഴിലായിരിക്കും. ഇന്ത്യയുമായുള്ള യുദ്ധത്തിലോ ശേഷമോ പാകിസ്ഥാന്റെ ചൈനയുടെ പൗരത്വം സ്വീകരിച്ച വ്യക്തികളുടെയോ കമ്പനികളുടെ സ്വത്തുക്കളാണ് ശത്രു സ്വത്തുക്കൾ എന്നറിയപ്പെടുന്നത്. 1965-ലും 1971-ലും പാകിസ്ഥാനുമായും 1962 ചൈനയുമായി നടന്ന യുദ്ധങ്ങൾക്ക് ശേഷം ഇന്ത്യ ഗവൺമെന്റ് ഈ സ്വത്തുക്കൾ ഏറ്റെടുത്തിരുന്നു. എന്നാൽ തുടർന്ന് ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം എനിമി പ്രോപ്പർട്ടിയുടെ കസ്റ്റോഡിയനായിരുന്നു കൈമാറിയിരുന്നത്. 2017 നരേന്ദ്രമോദി സർക്കാർ ഈ നിയമത്തിൽ മാറ്റം വരുത്തിയിരുന്നു. ഇതുവഴി ശത്രു സ്വത്തുക്കൾ വിൽപ്പന നടത്താൻ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട്. പുതുതായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഭേദഗതിയുടെ ശത്രു സ്വത്തുക്കളിൽ സർക്കാരിന് നേരിട്ട് നിയന്ത്രണം ലഭിക്കും. തുടർന്ന് ഈ സ്വത്തുക്കൾ പൊതു താല്പര്യത്തിനായി ഉപയോഗിക്കാം. ഇതുവരെ ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്തിരുന്ന എനിമി പ്രോപ്പർട്ടിയുടെ കസ്റ്റോഡിയന് തുടർന്ന് സ്വത്തിൽ അവകാശമില്ലാതാകും. കഴിഞ്ഞ 6 വർഷത്തിനിടെ 3494.93 കോടി രൂപയുടെ ശത്രു സ്വത്തുക്കൾ കേന്ദ്ര സർക്കാർ വിൽപ്പന നടത്തിയത്. ഈ സ്വത്തുക്കളിൽ പാകിസ്ഥാൻ പൗരന്മാരുടെ 9280 സ്വത്തുക്കളും ചൈനീസ് പൗരന്മാരുടെ 126 സ്വത്തുക്കളും ഉൾപ്പെടുന്നു. 3000 കോടി രൂപയുടെ കമ്പനി ഓഹരികൾ ശത്രു സ്വത്ത് വിഭാഗത്തിൽ കേന്ദ്ര സർക്കാർ വിറ്റഴിച്ചിരുന്നു.